നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ടോണിയുടെ അടുത്ത് മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ സംസാരിക്കണം. അപ്പൊ ടോണിയോട് കുറച്ച് സമയം തനിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കില് തനിച്ച് സംസാരിക്കാനായിട്ട് ടോണി ആദ്യം ഒന്നും കൂട്ടാക്കില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും അറിയത്തില്ലാത്ത രഹസ്യങ്ങളൊന്നും എനിക്കില്ല എന്നൊക്കെ പറയാണ്. പക്ഷെ അതിന് മാമച്ചൻ സമ്മതിച്ചില്ല. കാരണം കുറച്ച് പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കാനുള്ളത്. പേഴ്സണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ അതിനിടയ്ക്കേക്ക് വേറെയുള്ളവർ കടന്നു വരുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. വേണമെങ്കിൽ ടോണിക്ക് പിന്നീട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പങ്കുവെക്കാന്ന് പറയണം. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ടോണി ആലോചിച്ചൊരു തീരുമാനം എടുത്ത് ശരി വരാൻ പറയാണ്. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് പുറത്ത് ഗാർഡന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ ടോണി വെച്ചു, അല്ല നിങ്ങൾക്ക് എന്താ അറിയണ്ടേ, നിങ്ങൾ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് മാമച്ചന്, ഞങ്ങൾ പാലാരിവടത്തുനിന്ന് ഇത്രയും ദൂരത്തേക്ക് വെറുതെ വരത്തില്ല എന്നറിയാലോ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ന് പറയണം. അത് കേട്ടപ്പോൾ ടോണി ചോദിച്ചു, എന്ത് കാര്യം നിങ്ങൾക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം ഒരു കുഞ്ഞിനെ കുറിച്ചാ, ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ചെന്ന് പറയണം. അത് കേട്ടപ്പോ ഒരു നിമിഷം ടോണി ഒന്ന് ഞെട്ടി. ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ചോ? അതെ, ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ച്. ടോണി ഷെറിൻ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഷെറിന് അമ്മയായതെന്നുള്ള കാര്യം ടോണിക്ക് അറിയാലോ. പിന്നെ ഷെറിന് ഒരു കുഞ്ഞുണ്ടായത് കാര്യം ടോണിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ടോണി പറഞ്ഞു, ഹോ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടം വരെ വന്നേ? അതിനാണെങ്കിൽ ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. അവൾ ഒറ്റയൊരുത്തി കാരണം എന്റെ ജീവിതം നശിച്ചു പോയത്. കല്യാണത്തിന് മുമ്പ് അവള് ഗർഭിണിയായിരുന്നു, പ്രസവിച്ചാന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, അവൾക്കൊരു കുഞ്ഞുള്ള കാര്യമൊന്നും. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ടോണി ചേട്ടാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇത് കേട്ടപ്പോൾ ടോണി പറഞ്ഞു, ഇത് എന്നോട് ചോദിച്ചു വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിച്ചു വന്നേന്ന് ചോദിച്ചു. മാമച്ചൻ പറഞ്ഞു, അതിനകത്ത് കാര്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളാൻ പറയാണ്. ഒടുവില് മാമച്ചൻ പറഞ്ഞു, അത് പിന്നെ ഷെറിന്റെ വയറ്റ് വളർന്ന കുഞ്ഞ് എന്റെ മോന്റെ കുഞ്ഞായിരുന്നു പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ടോണി ഒരന്താളിപ്പോട് കൂടി മാമച്ചനെ നോക്കുകയാണ്. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എന്റെ മോൻ മരിച്ചുപോയി, ഒരപകടത്തിൽ മരിച്ചു പോയായിരുന്നു. പക്ഷേ എങ്കിൽ അവന്റെ കുഞ്ഞ് ഷെറിന്റെ വയറ്റ് വളരുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറിയണേ. പക്ഷെ അവരുടെ വീട്ടിൽ പോയി ചോദിക്കാനുള്ള മാനസികാവസ്ഥയും ഞങ്ങൾക്കില്ല. അവരുടെ വീട്ടിൽ പോയൊരു തവണ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാണ്. പക്ഷേങ്കിൽ ഞങ്ങളെ അവരകത്തേക്ക് കയറ്റാൻ പോലും കൂട്ടാക്കിയില്ല. എൻ്റെ മോനും ഷെറിനുമായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവൻ ആക്സിഡന്റ് മരിച്ചു പോകുന്നതെന്ന് പറയണം. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ലായിരുന്നു പറയണം. മാമച്ചൻ്റെ അവസ്ഥകളൊക്കെ മാമച്ചൻ അങ്ങനെ വിവരിക്കണം ടോണിയോട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ടോണി പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാനും അവളും കല്യാണം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഏതോ ഓർഫനേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി വെച്ച്, ഓർഫനേജിലേക്കോ? അതെ, ആ സമയത്ത് ഓർഫനേജിലേക്ക് മാറ്റിയെന്നൊക്കെ അറിയാൻ കഴിഞ്ഞ്. പിന്നീടാണ് അതിനെക്കുറിച്ച് പോലും ഞാൻ അറിയണേ. പക്ഷേങ്കിൽ അതിനുശേഷം ഞാനും അവളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വഷളാവുകയോ ചെയ്തേ. കാരണം അവൾക്ക് കുഞ്ഞുണ്ടാന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് ഞാൻ അറിയണേ. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ഏത് ഓർഫനേജിലേക്കാ? അതിനെക്കുറിച്ച് അവൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാവുന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ടോണി ചോദിച്ചു, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് എന്താവാനായിട്ടാ? എന്താ കൂട്ടിക്കൊണ്ടൊന്ന് വളർത്താനൊക്കെ ആണെന്ന് ചോദിക്കണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ടോണിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ടോണി ദേഷ്യപ്പെടുന്ന എന്തുകൊണ്ടാണെന്നും അറിയാൻ സാധിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. ഒടുവിൽ ടോണി പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. എങ്ങോട്ടാ കുഞ്ഞിനെ മാറ്റിയ എങ്ങനെ ഏതാണെന്നും അറിയത്തില്ല. ഞാനും അവളും തമ്മിലുള്ള ബന്ധം കുറെ കാലമായിട്ടില്ല. അവളെ ഞാൻ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വന്നാ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം. ഷെറിൻ ചേച്ചിയുടെ മാനസിക നില പോലും ഇപ്പൊ തകരാറിലായിരിക്കുക. കാരണം ആ കുഞ്ഞെവിടെ എന്തെന്ന് പോലും ഷെറിൻ ചേച്ചിക്ക് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ആ കുഞ്ഞിനെ കിട്ടിക്കഴിയുവാണെങ്കിൽ ഷെറിൻ ചേച്ചി പഴയ പോലെ ജീവിതത്തിലേക്ക് തിരികെ വരുമായിരിക്കും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, അറിയാലോ. അപ്പോഴത്തേനും മാമച്ചൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ കുഞ്ഞാണ്. എനിക്ക് അത് മാത്രം ഇനിയിപ്പോൾ ഒരു ആശ്രയമായിട്ടുള്ളെന്ന് തോന്നേ. കാരണം എൻ്റെ മകൻ മരിച്ചുപോയി. മാമച്ചൻ തൻ്റെ അവസ്ഥകളൊക്കെ വിവരിക്കുന്നുണ്ട്. ഒടുവിൽ ടോണി പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ടോണി ചേട്ടൻ വിചാരിക്കുവാണെങ്കിൽ ആ കുഞ്ഞെവിടെയെന്ന് അറിയാനായിട്ട് സാധിക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് എവിടെയാന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടുവാണെങ്കിൽ ഒന്ന് പറയണമെന്നൊക്കെ പറയണം. ടോണിയാനും മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ സംസാരിച്ചതിന് ശേഷം അവരിറങ്ങിപ്പോന്നു. ഈ സമയം ടോണിയോട്
ടോണിയുടെ പാപ്പായും അമ്മയും കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അവരെന്തിനു വന്ന എന്താന്നൊക്കെ തിരക്കുവാണ്. ടോണി അതിന് വ്യക്തമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. ടോണിക്ക് ആകെപ്പാടെ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചൻ പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും രേവതിക്കുട്ടീന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ? ടോണിച്ചേട്ടനുണ്ടല്ലോ, അതെ, ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിലേക്കുള്ള ഏക പിടിവിളി ടോണിച്ചേട്ടനാ. എനിക്ക് ഉറപ്പുണ്ട് എവിടെയാണെങ്കിലും ആ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മാമച്ചനങ്ങളെ അങ്കിള് ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി മാമച്ചനം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടില് രാജീവനും ശിവശങ്കരനും ഒക്കെ ചർച്ചയിലാണ്. അവരുടെ അടുത്തേക്കാണ് ബബിതയും രോഹിത്തും ഹരിശങ്കറും ഒക്കെ വരുന്നത്. കാരണം അവർക്ക് അറിയണായിരുന്നു എന്താ എങ്ങനെയാ ഒറ്റ രാത്രി കൊണ്ട് എന്തും മറിമായ സംഭവിച്ചേ. അലീനെ ചേച്ചിയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയണായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് രോഹിത് ചോദിച്ചു, അല്ലങ്കളെ എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന തന്നെ അലീനെ ആ വീട്ടിലുള്ളതുകൊണ്ട് മാത്രം. ഇപ്പോഴാണ്ടേ അലീനെ അവിടെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? അലീനെ ചേച്ചിയായിട്ട് കാണണം എന്നൊക്കെ ഹരിയോട് പറയുന്ന കേട്ടു. ഞങ്ങൾക്ക് അതിന്റെ കാരണം അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇന്നലെ വരെ അലീനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാനായിട്ട് ഒരുങ്ങിയതല്ല എല്ലാവരും. എന്നിട്ട് പിന്നെ ഇപ്പോഴെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട്. ബബിതയും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. കടപ്പാട്ടുകാരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട. ബാലചന്ദ്രനും അലീനയും അവിടെ തന്നെ കാണും. ഇനിയിപ്പം അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും ആരും നോക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഹരിശങ്കർ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അച്ഛാ? എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാ. അല്ലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ വരെ അച്ഛനും ശത്രുക്കളായിരുന്നല്ലോ അവര്. അതുപോലെ തന്നെ വല്യച്ഛനും കൊച്ചച്ഛനും ഒക്കെ അതെയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് മനമാറ്റം ഉണ്ടായത്? ഒരു കാരണമില്ലാതെ നിങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ വിട്ടുകൊടുക്കില്ലെന്നറിയാം. അലീനെ കൂടപ്പുറപ്പായിട്ട് സ്നേഹിക്കണമെന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ലല്ലോ. രാജീവൻ പറഞ്ഞു, ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഞങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങിയത് തന്നെ എന്ത് കാരണത്തിന്റെ പേരിലാന്ന് അറിയാലോ. ഗംഗാധരൻ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങിയത് തന്നെ തെറ്റാ. നിങ്ങൾ ആ വീട്ടിലേക്ക് തിരികെ ചെല്ലണം. ഒന്നുമല്ലേലും ദേ ബാലേന്ദ്രന്റെ മോളല്ലേ അലീന, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനി ആ ബന്ധത്തെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. ബബിതയോടും ജ്യോതിനോടും പറഞ്ഞു, നിങ്ങളുടെ കൂടപ്പുറപ്പാണ് അലീന. അപ്പൊ അലീനയെ ചേച്ചിയായിട്ട് കാണുക തന്നെ ചെയ്യണം. ഇനി ബാലേന്ദ്രനോട് ഒരു പോരിന് പോയിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞേ. ഒന്നുമല്ലേലും കൂടപ്പുറപ്പിനെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ ഇനി ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. അലീനെ അവള് വീട്ടുജോലിക്കാരിയാണ്. അവളെ ചേച്ചിയായിട്ടൊന്നും കാണാനായിട്ടൊന്നും. ഗംഗാധരൻ പറഞ്ഞു, കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ഇവിടെ അധികകാലം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. കമലയുടെ കാര്യം അറിയാലോ. അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. രോഹിത് പറഞ്ഞു, അല്ല അങ്കിളല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അതെ, കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ തന്നെയാ. പക്ഷേ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പൊയ്ക്കോ. നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, പോരാത്തൻ അലീനയൊക്കെ ഉണ്ട്. ഈ പറയുന്ന അലീനയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത രോഹിത്തിനെ നോക്കണം. ഗംഗാധരൻ പറഞ്ഞു, എന്താ നിങ്ങൾ മറുപടി പറയാത്തേ? അലീനെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഇല്ലാന്ന് പറയാണ്. ഗംഗാധരന്റെ തർക്കത്തിലൊന്നും പറയത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അലീനയെ വെറുക്കുന്നേ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അലീന ചെയ്തു തരുന്നില്ലെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്തു തരുന്നുണ്ട്, നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്, കോളേജിൽ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇല്ല രോഹിത്, ശരിയല്ലേന്ന് ചോദിച്ചു. രോഹിത് ശരിയാന്ന് പറയണം. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാ അലീനയെ വെറുക്കുന്നേ? അലീനയെ സഹോദരിയായിട്ട് കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നല്ലേ നല്ലത്. നിങ്ങൾക്കൊരു ഹെൽപ്പല്ലേ. മാത്രമല്ല വൈജയ്ക്കാണേലും അവൾ അവിടെയുള്ള ആശ്വാസമാണ്. വീട്ടുജോലികളെല്ലാം ചെയ്ത് അവളോട് നിൽക്കുന്നില്ലേ. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, എനിക്ക് അവളെ ഇഷ്ടമില്ല എന്ന് പറയണം. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ശരി, ഇനിയിപ്പൊ അവൾ അവിടെ തന്നെ കാണും. ബാലേന്ദ്രന്റെ മകളാ. അത് അംഗീകരിച്ചു കൊടുത്താൽ മതിയാവുള്ളൂ. അവളെ അവിടെ നടിച്ചിറക്കി വരാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. വല്ല കേസിനും പോയിട്ടുണ്ടെങ്കിലേ ഞങ്ങളെല്ലാം പുറകെ തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇതിന്റെ പിന്നാലെ ഇല്ല. വൈജ ഹോസ്പിറ്റലിൽ വിട്ട് കഴിയുമ്പോൾ വൈജയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. പറ്റുമെങ്കിൽ അവൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ, അല്ലെങ്കിൽ അവളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കട്ടെ. ഇനിയിപ്പം ഞങ്ങൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അവര് കൈ ഒഴിയുവാണ്. പോരാത്തിന് ഭവിതയോടും രോഹിത്തിനോടും തിരികെ കടപ്പാട്ട് വീട്ടിലേക്ക് പോകണമെന്നും കൂടെ പറഞ്ഞു. അവർക്കാണ് കട്ടക്കലിപ്പായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ അത്രയ്ക്കൊന്നും വിശ്വസിച്ചിട്ടൊന്നുമില്ല. നല്ല ദേഷ്യത്തിലെല്ലാരും. ശിവശങ്കരൻ പറഞ്ഞു, അല്ല ഇത്രയും നാള് അലീനയെ ശത്രുവായിട്ട് കണ്ടാലേ പെട്ടെന്ന് സ്നേഹിക്കാൻ പറഞ്ഞതിന്റെ ആ ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നേ. ഗംഗാധരൻ പറഞ്ഞു, ശരിക്കും ഇവിടെ നീതി ലഭിക്കേണ്ടിയിരുന്നേ അലീനയ്ക്കും ബാലേന്ദ്രനുമാണ്.
വൈജയന്തിക്ക് ആയിരുന്നില്ല. പക്ഷേ നമ്മൾ വൈജയന്തിക്ക് നീതി വേണമെന്ന് പറഞ്ഞ് നമ്മള് വൈജയന്തിയുടെ കൂടെ കൂടി. ഇപ്പൊ എന്തായി അവസാനം? അതെല്ലാം കേട്ടിഞ്ഞപ്പോ രാജീവൻ പറഞ്ഞു, നമ്മുടെ കയ്യിലെ തെറ്റാതെ നമ്മൾ സത്യങ്ങളൊക്കെ അറിയാതെ പെരുമാറിയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അതേ സമയത്ത് പാലാരിവട്ടം വീട്ടിലേക്ക് മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ വന്നു. പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഗ്രേസമ്മ. അറിഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി പറയുകയും ചെയ്തു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ ജനൽ വഴി പോയി നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ രമേശൻ നായർ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ അത് രേവതിക്കുട്ടി അന്വേഷിച്ചിട്ടുള്ള വരവാന്ന് മനസ്സിലായി. രേവതിക്കുട്ടി വന്നിട്ട് ചോദിച്ചു, ആരാ ആന്റിന്ന് ചോദിക്കണം. അതെ, മുമ്പ് നിന്നെ അന്വേഷിച്ച് വന്നെന്ന് പറഞ്ഞില്ലേ, അയാളാ വന്നിരിക്കണമെന്ന് പറയണം. എന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ഒരു പക്ഷേ നിന്നെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ ഇരിക്കുക, ഇപ്പോഴങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്തു? ഗ്രേസമ്മ പോയി കഥവ് തുറക്കണം. കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും രമേശൻ നായർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ എന്നോട് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. എനിക്കറിയാം ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം, 10-18 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ വെറുതെ പറഞ്ഞ 10-36 വയസ്സുണ്ടെന്ന്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു പറഞ്ഞു. ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി, സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്ന രേവതിക്കുട്ടി ഉണ്ടെന്ന്. പിന്നീട് പറഞ്ഞു, അതെ, അവളെ വിളിക്കാനൊക്കെ പറയാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ ഇനി എന്നെ ഒഴിവാക്കി വിടണ്ടെന്നൊക്കെ പറയാണ്. ഒടുവിലേക്ക് ഗ്രേസമ്മയ്ക്ക് രേവതിക്കുട്ടിയെ വിളിക്കേണ്ടി വന്നു. രേവതിക്കുട്ടി വന്നു. രേവതിക്കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രമേശൻ നായർ രേവതിക്കുട്ടിയെ നോക്കുന്നുണ്ട്. പിന്നീട് പേരൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം രേവതിക്കുട്ടിയോട് പറഞ്ഞു, അതെ, നീ സ്നേഹനികേത ഓർഫനേജിലല്ലായിരുന്നു എന്ന് ചോദിക്കണം. അതെയായിരുന്നു പറയാണ്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണോ നീ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ഇനിയിപ്പം നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണെങ്കിൽ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ അങ്കിളും ആൻറ്റിയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ അന്വേഷിച്ച് തന്നെ വരേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, നിങ്ങൾ പോയിക്കൊള്ളാനായിട്ട് പറയണം. അപ്പോഴേക്കും രമേശൻ നായർ പറഞ്ഞു, മോളെ അതെ, എനിക്ക് അതിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. രേസം പറഞ്ഞു, കേട്ടില്ല അവള് പറഞ്ഞത്. അവൾക്ക് താല്പര്യമല്ല നിങ്ങളിവിടെ വരുന്നതിന്. പിന്നെ നിങ്ങൾ സംശയിക്കുന്ന പോലെ അവൾ ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചുമോളൊന്നും ആയിരിക്കത്തുമില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ വന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. രമേശൻ നായർ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. കാരണം അയാൾക്ക് മനസ്സിലായി ഇനി താൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. രേവതിക്കുട്ടിയാണ് തീരുമാനം എടുക്കേണ്ട ആള്. രേവതിക്കുട്ടി മുഖത്തടിക്കുന്ന പോലെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ബന്ധത്തിന് ഇനിയിപ്പോൾ ആണെങ്കിൽ പോലും, അവരുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ പോലും തനിക്ക് അങ്ങോട്ടേക്ക് വരാനോ അവരുടെ ബന്ധത്തെ സ്ഥാപിക്കാനോ താല്പര്യമില്ലെന്ന് രേവതിക്കുട്ടി പറഞ്ഞല്ലോ. പിന്നെ അവിടെ നിൽക്കുന്നില്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രമേശൻ നായർ പോവുകയും ചെയ്തു. ഇതേ സമയത്ത് കടപ്പാട്ട് വീട്ടില് ബാലേന്ദ്രനെ ആഹാരം കഴിക്കാൻ വിളിക്കാനായിട്ട് അലീന അങ്ങോട്ട് ചെന്നു. ബാലേന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ കഴിച്ചോന്ന് ചോദിക്കണം. അല്ല, അച്ഛനും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നൊക്കെ പറയാണ്. അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ചോണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നിനക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിക്കുക. എന്തിന്? അല്ല, ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതൊന്നും സാരമില്ല അച്ഛാ, കാരണം അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ. ഞാൻ കാരണം നിനക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേന്ന് ചോദിക്കണം. ഒരുപക്ഷെ എന്റെ മോളാന്ന് അറിഞ്ഞിട്ടല്ലേ അവരെ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തേ. അതൊന്നും സാരമില്ല അച്ഛാ, എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറയണം. ഞാൻ കാരണം അച്ഛന് ബുദ്ധിമുട്ടായല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്കിപ്പോ വിഷമമെന്ന് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, എന്തൊക്കെ വന്നാലും ശരി, നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടില്ല. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ശരി, നിന്നെ പറഞ്ഞു വിടാൻ പോകുന്നില്ലെന്ന് പറയണം. അലീന പറഞ്ഞു, ഞാനിവിടുന്ന് പോവില്ലച്ചാ, നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല. എനിക്ക് ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് കഴിഞ്ഞാൽ മതി. ഞാൻ ഇന്നും അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. എനിക്ക് മകളെന്നൊരു സ്ഥാനമൊന്നും എൻ്റെ അമ്മ എനിക്ക് തരുമൊന്നും വേണ്ട. അമ്മ ഒരിക്കലും അറിയാൻ വേണ്ട ഞാൻ അമ്മയുടെ മകളാന്നുള്ള കാര്യം. അല്ലാതെ ഞാനിവിടെ അച്ഛൻ്റെ മകളായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് ഭയങ്കര സങ്കടമായി. ബാലേന്ദ്രൻ അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.